ഹായ് ഫ്രണ്ട്സ്, മോംസ് സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ, വാ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ടെൻഷനല്ലേ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ എന്താ കൊടുത്തു വിടേണ്ടതെന്നുള്ള ടെൻഷനായിട്ടിരിക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കുക, നിങ്ങൾക്കിത് പ്രയോജനപ്പെടും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട, ഗ്രാമ്പ്, ഏലക്ക, ബേ ലീഫ് എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു വലിയ പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞതും, കുറച്ച് കറി ലീഫും, അതുപോലെ തന്നെ ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്ത് നല്ലപോലെ നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷമേ ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാവൂ. പൊട്ടറ്റോ നല്ലപോലെ മൂത്ത് കിട്ടിയാൽ മാത്രമേ, നല്ലപോലെ മൊരിഞ്ഞ് വന്നാലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവൊക്കെ കുഞ്ഞുങ്ങൾക്കല്ലേ, അപ്പോൾ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക, കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. തക്കാളി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം 2 വഴുതലങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വഴുതലങ്ങയൊക്കെ കഴിക്കാത്ത മക്കൾക്ക് ഇത് ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുത്താൽ ഉറപ്പായിട്ട് അവർ കഴിക്കുമെന്ന് വെച്ചാൽ നല്ല മണവും ടേസ്റ്റുമാണ്. അപ്പോൾ ഒരിക്കലും ഇത് അവർ പറക്കി മാറ്റി വയ്ക്കത്തില്ല കേട്ടോ. അപ്പോൾ ആ വഴുതലങ്ങ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം നമുക്ക് വഴുതലങ്ങയിൽ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചോറിൽ ഉപ്പിടാതെ വെക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോറ് ഉപ്പിട്ട് വെക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഉപ്പ് മാത്രം അരപ്പിന് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിത് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടി. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഒരു 3/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് നമ്മുടെ മീറ്റ് മസാല പൊടിയും, ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം നല്ലപോലെ മാറണം. വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. നല്ലപോലെ വഴറ്റിയെടുക്കുക. തീ കുറച്ച് വെച്ച് നല്ലപോലെ വഴറ്റി ഇത് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എത്ര ചോറ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 പേർക്ക് കഴിക്കാനുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഓരോ ദിവസവും നമുക്കിങ്ങനെ പിന്നെ എന്താ പറയുക, ടെൻഷനല്ലേ മക്കൾക്ക് നാളെ എന്തോ കൊടുത്തു വിടുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ. അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില ഇഷ്ടമില്ലാത്ത മക്കളാണെങ്കിൽ മല്ലിയില ഒഴിവാക്കുക. ചില മക്കൾക്ക് മല്ലിയിലയുടെ ഇഷ്ടം ഇല്ലാത്തവരുണ്ടെന്ന്, ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കൊടുക്കുക. ഇപ്പം കൊച്ചുമക്കൾക്ക് മാത്രമല്ല, ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്ക്, ജോലിക്ക് പോകുന്നവർക്ക് എല്ലാം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. സൈഡായിട്ട് വേറെ ഒന്നും വേണമെന്നില്ല. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുള്ള ഒരു അല്പം പച്ചത്തൈര് മാത്രം ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഒരിക്കലും നിങ്ങളതിനെ മടി കാണിക്കല്ലേ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, വേറെ ഒന്നും ഇതിൻ്റെ കൂടെ വേണ്ട. എളുപ്പമല്ലേ മക്കൾക്ക് തയ്യാറാക്കി കൊടുക്കാനും, നിമിഷ നേരം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അവർ കഴിക്കാത്ത ഈ വഴുതനങ്ങയും പൊട്ടറ്റയൊക്കെ അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാൻ മടിക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും മടിക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. വഴുതനങ്ങ കഴിക്കാത്തവരും ഇതുപോലെ റൈസ് ഉണ്ടാക്കി കൊടുത്താൽ ഉറപ്പായിട്ട് കഴിക്കും.